ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫോർ പ്രൈസ് ലെവൽ ചേഞ്ചസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ എന്തെല്ലാം അപ്രോച്ചുകളാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിനകത്ത് ഉള്ളത്. ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പണത്തിൻ്റെ പർച്ചേസിങ് പവർ അത് എല്ലാ സമയത്തും ഒരുപോലെ നിൽക്കുന്നു, അതിൽ മാറ്റം വരുന്നില്ല എന്ന ഒരു സങ്കല്പത്തിലാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമെല്ലാം പ്രിപ്പയർ ചെയ്യാറുള്ളത്. പക്ഷേ പർച്ചേസിംഗ് പവർ ഓഫ് റുപ്പി ഗോസ് ഓൺ ചേഞ്ചിങ് ഫ്രം ടൈം ടു ടൈം ഓൺ അക്കൗണ്ട് ഓഫ് ചേഞ്ചസ് ഇൻ പ്രൈസ് ലെവൽ. പണത്തിൻ്റെ പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഒന്നല്ല, അത് സമയാസമയങ്ങളിൽ അത് മാറിക്കൊണ്ടിരിക്കും. പ്രൈസ് ലെവലിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് റുപ്പിയുടെ പർച്ചേസിംഗ് പവറിനകത്തും മാറ്റം വരും. ഈ മാറ്റങ്ങൾ അപ്വേർഡ് ആവാം അല്ലെങ്കിൽ ഡൗൺവേർഡ് ആകാം, ഇൻക്രീസിങ് ആയിട്ടുള്ള ചേഞ്ചുകളാവാം, ഡിക്രീസിങ് ആയിട്ടുള്ള ചേഞ്ചുകളാവാം. നെക്സ്റ്റ്, വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ്? എന്തെല്ലാമാണ് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്? അതിൽ ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത് യൂട്ടിലിറ്റി ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് സീരിയസ്ലി ഇമ്പയർഡ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഫെയർ ആയിട്ടുള്ള, ട്രൂ ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റിയും ഫിനാൻഷ്യൽ പൊസിഷനും അത് ആവശ്യമുള്ള ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. പക്ഷേ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് പർച്ചേസിംഗ് പവറിലെ മാറ്റങ്ങൾ പരിഗണിക്കാതെ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് പ്രിപ്പയർ ചെയ്യപ്പെടുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആയിരിക്കില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണോ അത് ഇതിനകത്ത് ഫുൾഫിൽ ചെയ്യപ്പെടുന്നില്ല. രണ്ടാമത്തെ ലിമിറ്റേഷൻ, ഇൻസഫിഷ്യൻറ്റ് പ്രൊവിഷൻ ഓഫ് ഡിപ്രീസിയേഷൻ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫിക്സഡ് അസറ്റ്സിൻ്റെ ഒറിജിനൽ കോസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഈ പറയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ്സിൻ്റെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് നമ്മൾ പരിഗണിക്കുന്നില്ല. ഒരിക്കലും ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ്ങിനകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഡിപ്രീസിയേഷൻ്റെ പ്രൊവിഷൻ എമൗണ്ട് ആ അസറ്റിൻ്റെ ലൈഫ് അവസാനിക്കുമ്പോൾ അതേ അസറ്റ് റീപ്ലേസ് ചെയ്യാൻ മാത്രം സഫിഷ്യൻ്റ് അല്ല, പര്യാപ്തമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ലിമിറ്റേഷൻ. അടുത്തതായി അൺറിയലിസ്റ്റിക് പ്രോഫിറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് ഡിപ്രീസിയേഷൻ നമ്മൾ അസറ്റ്സിൻ്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനെ അടിസ്ഥാനമാക്കി കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യപ്പെടുന്ന പ്രോഫിറ്റ് ഒരിക്കലും യഥാർത്ഥ പ്രോഫിറ്റ് അല്ല. കാരണം ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട്, സഫിഷ്യൻ്റ് എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കിട്ടുന്ന പ്രോഫിറ്റ് റിയലിസ്റ്റിക് അല്ല എന്നുള്ളതാണ് മറ്റൊരു ലിമിറ്റേഷനായിട്ട് കാണാൻ പറ്റുക. ഫിക്സഡ് അസറ്റ്സ് വാല്യൂസ് ആർ അൺറിയലിസ്റ്റിക്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് ഒരിക്കലും അസറ്റ്സിൻ്റെ വാല്യൂസ് റിയലിസ്റ്റിക് അല്ല. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, അത് ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറക്കുന്ന വാല്യൂസാണ് നമ്മൾ ബാലൻസ് ഷീറ്റിനകത്ത് കാണിക്കാറുള്ളത്. അതിന് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റോ അതിൻ്റെ കറൻറ്റ് കോസ്റ്റോ കൺസിഡർ ചെയ്യാതെയാണ് അസറ്റ്സിൻ്റെ വാല്യൂ ബാലൻസ് ഷീറ്റിനകത്ത് കൊടുക്കാറുള്ളത്.
matching principle is violated. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നത് സാധാരണ ഇൻവെൻട്രി വാല്യുവേഷൻ റൂളായിട്ടുള്ള കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് എന്ന് പറയുന്ന റൂൾ വെച്ചിട്ടാണ്. അതേസമയത്ത് സെയിൽസിൻ്റെ എമൗണ്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്ന കറണ്ട് പർച്ചേസിംഗ് പവറിലാണ്. ഒരിക്കലും ഇത് മാച്ചിങ് പ്രിൻസിപ്പിളിനെ ഫോളോ ചെയ്യുന്നില്ല. ഒരേ ഐറ്റം തന്നെ സ്റ്റോക്കിനെ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് എന്ന് പറയുന്ന പോളിസി പ്രകാരവും സെയിൽസിനെ അതിനെ കറണ്ട് വാല്യൂവിലും റെക്കോർഡ് ചെയ്യുന്നത് മാച്ചിങ് പ്രിൻസിപ്പിളിൻ്റെ വയലേഷനാണ്. ഡിഫിക്കൽറ്റി ഇൻ കമ്പാരിസൺ ഓഫ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ടു പ്ലാൻസ്. രണ്ട് സമയങ്ങളിൽ പർച്ചേസ് ചെയ്യുന്ന ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന പ്ലാന്റുകളുടെ പ്രോഫിറ്റബിലിറ്റി ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കമ്പയർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു ഡിഫിക്കൽറ്റിയാണ്. മിസ്ലീഡിങ് ഇൻ്റർ പീരീഡ് ആൻഡ് ഇൻ്റർ ഫേം കമ്പാരിസൺ. സാധാരണ ഗതിയിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഇൻ്റർ പീരീഡ് കമ്പാരിസന് വേണ്ടി മറ്റൊരു ഫേമുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുള്ളത് അക്കൗണ്ടിങ് റേഷ്യോസ് ആണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പ്രിപ്പയർ ചെയ്യപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ട്രൂ അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഐറ്റംസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യപ്പെടുന്ന അക്കൗണ്ടിങ് റേഷ്യോസും കൃത്യമായിട്ടുള്ള അക്കൗണ്ടിങ് റേഷ്യോസ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഇൻട്രസ്റ്റിംഗ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ട്സിനെ മിസ്ലീഡ് ചെയ്യപ്പെടും. നെക്സ്റ്റ്, അക്കൗണ്ടിങ് ഫോർ പ്രൈസ് ലെവൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ എന്താണ്? അക്കൗണ്ടിങ് ഫോർ പ്രൈസ് ലെവൽ ചേഞ്ചസ് ഈസ് ആൾസോ കോൾഡ് ആസ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്, ആസ് ചേഞ്ചസ് ഇൻ പ്രൈസസ് ആർ യൂഷ്വലി ഓൺ അപ്വേർഡ് സൈഡ്. പ്രൈസ് ലെവൽ ചേഞ്ച് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ അപ്വേർഡ് ചേഞ്ച് ആവാം, ഡൗൺവേർഡ് ചേഞ്ച് ആകാം. പക്ഷേ മിക്ക സമയങ്ങളിലും ഇത് അപ്വേർഡ് ചേഞ്ച് ആയിരിക്കും. അപ്വേർഡ് സൈഡിലേക്കുള്ള ഒരു ചേഞ്ചാണ് നമുക്ക് പർച്ചേസിങ് പവറിൽ കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് ഫോർ പ്രൈസ് ലെവൽ ചേഞ്ചസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഹൗ ക്യാൻ വി ഡിഫൈൻ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് or the accounting for price level changes? A system of accounting which regularly records all items in financial statements at their current values. ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്തുള്ള എല്ലാ ഐറ്റവും അതിൻ്റെ കറൻറ്റ് വാല്യൂവിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. Next, what are the approaches of inflation accounting? There are 4 different approaches to inflation accounting. First one is CPPA, that is current purchasing power accounting. Second one, current cost accounting, CCA. Third one, specific and general price level accounting, SGPLA. And fourth one, periodic revaluation of fixed assets along with the adoption of LIFO method of inventory. ഇങ്ങനെ 4 അപ്രോച്ചുകളാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിനകത്തുള്ളത്. നമ്മൾ ഈ ഒരു ഭാഗത്ത് ആദ്യത്തെ 2 അപ്രോച്ചുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, CPPA അതുപോലെ തന്നെ CCA. നെക്സ്റ്റ്, എന്താണ് കറണ്ട് പർച്ചേസിംഗ് പവർ അക്കൗണ്ടിങ് അല്ലെങ്കിൽ CPPA എന്ന് പറയുന്നത് എന്താണ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റ അഡ്ജസ്റ്റഡ് ഓൺ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. CPPA എന്ന് പറയുന്ന ഈ അപ്രോച്ചിനകത്ത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റയെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സിൻ്റെയോ സമാനമായ ഏതെങ്കിലും ഇൻഡെക്സിൻ്റെയോ അടിസ്ഥാനത്തിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ കറൻറ്റ് പർച്ചേസിംഗ് പവർ
ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് CPPA എന്ന് പറയുന്നത്. ഇതിനകത്ത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റയെ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു കൺവേർഷൻ ഫാക്ടർ നമ്മൾ ഉപയോഗിക്കുന്നു. ആ കൺവേർഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇൻഡെക്സ് കൺവേർട്ടിംഗ് ടു ഡിവൈഡഡ് ബൈ ഇൻഡെക്സ് കൺവേർട്ടിംഗ് ഫ്രം. ഏത് ഇൻഡെക്സിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടണോ അത് ഡിവൈഡഡ് ബൈ ഏത് ഇൻഡെക്സിൽ നിന്നാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് എങ്കിൽ അത്. ഇഫക്ട്സ് ഓഫ് ലോസ് ഓർ പ്രോഫിറ്റ് ഓൺ മോണിറ്ററി അസറ്റ്സ് ഓർ ഓയിങ് ലയബിലിറ്റീസ് ഈസ് ആൾസോ അസർട്ടൈൻഡ്. CPPA അക്കൗണ്ടിങ്ങിനകത്ത് മോണിറ്ററി അസറ്റ്സിൻ്റെയും മോണിറ്ററി ലയബിലിറ്റീസിൻ്റെയും ലോസോ പ്രോഫിറ്റോ അതിൻ്റെ ഇഫക്റ്റ് എന്താണെന്നുള്ളത് കൂടി അസർട്ടൈൻ ചെയ്യുന്നു. മോണിറ്ററി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മോണിറ്ററി ഐറ്റംസ് ആർ ദോസ് whose amounts are fixed by contract or otherwise regardless of changes in the general price level. മോണിറ്ററി ഐറ്റംസ് എന്ന് പറയുമ്പോൾ ആ ഐറ്റംസിൻ്റെ അമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്യപ്പെടുന്നത് ഏതെങ്കിലും കോൺട്രാക്റ്റിൻ്റെയോ മറ്റോ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ ജനറൽ പ്രൈസ് ലെവൽ ചേഞ്ചസ് ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യാതെയുള്ള അക്കൗണ്ടിങ് ഐറ്റംസാണ് മോണിറ്ററി ഐറ്റംസ് എന്ന് പറയുന്നത്. മോണിറ്ററി ഐറ്റംസിൻ്റെ ഉദാഹരണങ്ങളാണ് ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ക്യാഷ്, ബാങ്ക് ബാലൻസ്, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ലോൺസ്. നോൺ മോണിറ്ററി ഐറ്റംസ് എന്ന് പറയുന്നത് പ്രൈസ് ലെവൽ ചേഞ്ച് അഫക്റ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് ഐറ്റംസ് ആണ് നോൺ മോണിറ്ററി ഐറ്റംസ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇൻവെൻ്ററി, മെഷീനറി, ബിൽഡിംഗ്, ഫർണിച്ചർ എക്സെട്ര. ഹോൾഡേഴ്സ് ഓഫ് മോണിറ്ററി അസറ്റ്സ് ലൂസ് ഇഫ് ദർ ഈസ് ഇൻക്രീസ് ഇൻ പ്രൈസ് ലെവൽ. അതുകൊണ്ട് തന്നെ മോണിറ്ററി അസറ്റ്സ് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനകത്ത് ലോസ് ഉണ്ടാവുകയും അതേപോലെ തന്നെ പ്രൈസ് ലെവൽ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ മോണിറ്ററി അസറ്റ്സ് ഹോൾഡേഴ്സിന് ഗെയിൻ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ മോണിറ്ററി ലയബിലിറ്റീസ് ഹോൾഡ് ചെയ്യുന്നവർക്ക് പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഗെയിൻ ഉണ്ടാവുകയും പ്രൈസ് ലെവൽ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ലോസ് ഉണ്ടാവുകയും ചെയ്യും. ചുരുക്കി പറയുകയാണെങ്കിൽ മോണിറ്ററി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ലെവലിൽ ചേഞ്ച് ബാധിക്കാത്ത അക്കൗണ്ടിങ് ഐറ്റമാണ്. ഉദാഹരണത്തിന് ഡെപ്റ്റേഴ്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഫേമിന് ₹10,000 ഡെപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ പ്രൈസ് ലെവൽ എന്ത് ചേഞ്ച് വന്നു കഴിഞ്ഞാലും ആ ₹10,000 മാത്രമാണ് ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്ന ആ ഫേമിന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. പ്രൈസ് ലെവൽ ചേഞ്ച് ഒരു രീതിയിലും ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ടിനെ ബാധിക്കുന്നില്ല. കറണ്ട് പർച്ചേസിംഗ് പവർ അക്കൗണ്ടിങ്ങിനകത്ത് എങ്ങനെയാണ് നമ്മൾ പർച്ചേസിംഗ് പവർ ഗെയിനോ ലോസോ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എ ഫേം ഹാഡ് ₹2 lakh ആസ് ക്യാഷ് അറ്റ് ബാങ്ക് ഓൺ 1st April 2019. The consumer price index on that date was 200. During the year ended 31st March 2020, the receipts and payments were as stated below. 2019 ഏപ്രിൽ 1 ഒരു ഫേമിൻ്റെ കയ്യിൽ ബാങ്ക് ബാലൻസായി ₹2 lakh ആണ് ഉള്ളത്. 2019 ഏപ്രിൽ 1 കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് 200 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. 2020 മാർച്ച് 31 അവസാനിക്കുന്ന അക്കൗണ്ടിംഗ് പീരീഡിലേക്കുള്ള ട്രാൻസാക്ഷനുകളാണ് താഴെ തന്നിട്ടുള്ളത്. റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സും ഉണ്ട്. ജൂൺ 1 ജനുവരി 15 സെയിൽസാണ് 1,05,000 3,45,000. അതേ സമയങ്ങളിലെ ഇൻഡെക്സ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് 210 ആൻഡ് 230 ആണ്. പേയ്മെൻറ്റ് സൈഡിൽ സെപ്റ്റംബർ 15, നവംബർ 20, ഡിസംബർ 1 ഈ 3 ദിവസങ്ങളിലുമുള്ള കോസ്റ്റ് പേയ്മെൻറ്റ്സ് എമൗണ്ട് പറയുന്നുണ്ട്. 2,15,000,
rupees 1,50,000 and rupees 2 lakh. Corresponding ഇൻഡെക്സുകളും അതിനകത്ത് അവൈലബിൾ ആണ്. 215, 240, 225. We have to determine profit or loss on account of price changes. Year end index was 240. ഡിസംബർ 31-നുള്ള ഇൻഡെക്സ് 240 ആണെന്നും ആ എക്സാമ്പിളിനകത്ത് പറയുന്നു. നമ്മൾ എങ്ങനെയാണ് പർച്ചേസിംഗ് പവർ ഗെയിനോ ലോസോ കാൽക്കുലേറ്റ് ചെയ്യുക? നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ CPPA അപ്രോച്ചിൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റയെ ഒരു കൺവേർഷൻ ഫാക്ടർ ഉപയോഗിച്ച് പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് എമൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മളതിൻ്റെ ഗെയിനും ലോസും കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിനകത്ത് ഓപ്പണിംഗ് ബാലൻസ് rupees 2 lakh, അതിൻ്റെ അഡ്ജസ്റ്റിംഗ് ഫാക്ടർ ദാറ്റ് ഈസ് ഇൻഡെക്സ് കൺവേർട്ടിംഗ് ടു ഡിവൈഡഡ് ബൈ ഇൻഡെക്സ് കൺവേർട്ടിംഗ് ഫ്രം. ഇൻഡെക്സ് കൺവേർട്ടിംഗ് ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇയർ എൻഡ് ഇൻഡെക്സിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഇൻഡെക്സ് കൺവേർട്ടിംഗ് ഫ്രം എന്ന് പറയുന്നത് ഏപ്രിൽ 1-നുള്ള അതിൻ്റെ ഓപ്പണിംഗ് ഇൻഡെക്സ് ആണ് 200. 240 ഡിവൈഡഡ് ബൈ 200, ഇത് വെച്ച് rupees 2 lakhനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ദെൻ പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് വാല്യൂ ഈസ് rupees 2,40,000. ദെൻ ക്യാഷ് റെസിറ്റ്സ് June 1st rupees 1,05,000. We are using the adjusting factor 240, that is the year end index, divided by 210. 210 is the corresponding index on June 1. Then rupees 1,20,000. On January 15th, the historical value of sales is rupees 3,45,000. We are using the conversion factor 240 divided by 230. 230 is the corresponding index on 15th January. Then price level adjusted value is rupees 3,60,000. Then total of part A, historical value is rupees 6,50,000. Price level adjusted value is rupees 7,20,000. Next, payments. On 15th September, 2,15,000 is the amount of payment. Then we are using the adjusting factor 240 divided by 215. Then 215 is the index on 15th September. Then rupees 2,40,000. On 20th November, rupees 1,50,000 is the historical value, that is converted by using conversion factor 240 divided by 240, as 240 is the index on 20th November. Then rupees 1,50,000. On 1st December, rupees 2 lakh is the amount of historical cost. Then we are using the conversion factor 240 divided by 225. 225 is the index on 1st December. Then rupees 2,13,333. Section B, total 5,65,000 and rupees 6,03,333 respectively. Then we are taking the balance, total A minus total B. Rupees 6,50,000 minus 5,65,000. Rupees 85,000 is the balance as per the historical account. At the same time, balance as per price level adjusted accounting 7,20,000 minus 6,03,333, that is rupees 1,16,667. So in this case, as the price level adjusted amount is rupees 1,16,667 and the actual balance as per the historical cost accounting is rupees 85,000, there is a purchasing power loss of rupees 31,667, that is 1,16,667 minus 85,000. So this is the way of calculation of the purchasing power gain or loss. Next, current cost accounting അല്ലെങ്കിൽ CCA. Historic values of items are not taken into account. Rather, current values of individual items are taken as basis for preparation of final statements. കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത്
നമ്മൾ നേരത്തെ പറഞ്ഞ CPPA മെത്തേഡുമായി കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസമെന്ന് പറയുന്നത് CPPA അപ്രോച്ചിൽ ഹിസ്റ്റോറിക്കൽ വാല്യൂസ് പരിഗണിക്കുകയും അതിനെ കൺവേർഷൻ ഫാക്ടർ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത് കറൻറ്റ് പർച്ചേസിംഗ് പവറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എങ്കിൽ CCA അപ്രോച്ചിനകത്ത് ഹിസ്റ്റോറിക്കൽ വാല്യൂസ് നമ്മൾ പരിഗണിക്കുന്നില്ല. പകരം ഓരോ ഇൻഡിവിജ്വൽ ഐറ്റവും ഇൻഡിവിജ്വലായിട്ടുള്ള ഓരോ അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും ഓരോ അക്കൗണ്ടിങ് ഐറ്റംസിൻ്റെയും കറൻറ്റ് വാല്യൂസ് അടിസ്ഥാനമാക്കി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ് ഉപയോഗിക്കുന്നത്. What are the characteristics of current cost accounting? First one, fixed assets are shown in balance sheet at their current values. Balance sheet ഫിക്സഡ് അസറ്റ്സ് അതിൻ്റെ കറൻറ്റ് വാല്യൂവിലാണ്, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിലാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. സ്റ്റോക്സ് ആർ ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ് അറ്റ് ദെയർ വാല്യൂ ടു ബിസിനസ്. സ്റ്റോക്കിൻ്റെ എമൗണ്ട് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ചെവർ ഈസ് ലെസ് എന്ന് പറയുന്ന റൂൾ പ്രകാരമല്ലാതെ ബിസിനസ്സിന് ആ സ്റ്റോക്കിൻ്റെ വാല്യൂ എന്താണോ ആ വാല്യൂവിലാണ് ബാലൻസ് ഷീറ്റിനകത്ത് അതിനെ കാണിക്കുന്നത്. ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ കറൻറ്റ് വാല്യൂസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഇവിടെ നമ്മൾ അസറ്റ്സിൻ്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അല്ല, ഒറിജിനൽ കോസ്റ്റ് അല്ല, പകരം ഓരോ വർഷങ്ങളിലേക്കുമുള്ള അസറ്റിൻ്റെ കറൻറ്റ് വാല്യൂ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഡിപ്രീസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ കറൻറ്റ് വാല്യൂസ് ആൻഡ് ഡിപ്രീഷിയേറ്റഡ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു റീവാലുവേഷൻ റിസർവ്. ഇതിനകത്ത് അസറ്റ്സിൻ്റെ കറൻറ്റ് വാല്യൂസും അതുപോലെ തന്നെ അസറ്റ്സിൻ്റെ ഒറിജിനൽ കോസ്റ്റ് മൈനസ് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒറിജിനൽ കോസ്റ്റിൻ്റെ എമൗണ്ട്, ഇതിൻ്റെ വ്യത്യാസം വരുന്ന എമൗണ്ടിനെ ഒരു പ്രത്യേക റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ റിസർവിൻ്റെ പേരാണ് റീവാലുവേഷൻ റിസർവ് എന്ന് പറയുന്നത്. റീവാലുവേഷൻ റിസർവ് എന്ന് പറയുന്ന റിസർവ് ദിസ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഡിവിസിബിൾ അല്ലാത്ത റിസർവാണ്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ സാധിക്കാത്ത റിസർവാണ് റീവാലുവേഷൻ റിസർവ് എന്ന് പറയുന്നത്. ഈ റിസർവിനെ മറ്റെല്ലാ റിസർവും കാണിക്കുന്നത് പോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്, കോസ്റ്റ് ഓഫ് സ്റ്റോക്ക് കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദ ഇയർ ഈസ് ടേക്കൺ അറ്റ് കറൻറ്റ് വാല്യൂ ഓഫ് സ്റ്റോക്ക് അറ്റ് ഡേറ്റ് ഓഫ് കൺസംഷൻ ആൻഡ് നോട്ട് അറ്റ് പർച്ചേസ് പ്രൈസ് ഓഫ് സ്റ്റോക്ക് കൺസ്യൂംഡ്. കൺസ്യൂം ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ കോസ്റ്റ്, ഓരോ വർഷങ്ങളിലും കൺസ്യൂം ചെയ്യപ്പെടുന്ന സ്റ്റോക്കിൻ്റെ കോസ്റ്റ് അതിൻ്റെ കറൻറ്റ് വാല്യൂവിലാണ്, കൺസ്യൂം ചെയ്യപ്പെടുന്ന ഡേറ്റിന് സ്റ്റോക്കിൻ്റെ കറൻറ്റ് വാല്യൂവിലാണ് എടുക്കുന്നത്. ഒരിക്കലും ആ കൺസ്യൂം ചെയ്യുന്ന സ്റ്റോക്ക് വാങ്ങുന്ന പ്രൈസിലല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. മോണിറ്ററി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ നോട്ട് അഡ്ജസ്റ്റഡ്. CPPA അപ്രോച്ചിൽ ചെയ്യുന്നത് പോലെ മോണിറ്ററി അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും ഈ അപ്രോച്ചിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 പാർട്സ്. CCA അപ്രോച്ചിൽ അക്കൗണ്ടിംഗ് പ്രോഫിറ്റിനെ 3ആയി ഡിവൈഡ് ചെയ്തു. 3 ഭാഗങ്ങളാണ് അക്കൗണ്ടിംഗ് പ്രോഫിറ്റിനകത്തുള്ളത്. കറൻറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, റിയലൈസ്ഡ് ഹോൾഡിംഗ് ഗെയിൻ, unrealized holding gain. Then what about current operating profit? That is equal to sales proceeds of goods and services sold minus replacement cost of goods or services sold. ഒരു ഫേം ഒരു അക്കൗണ്ടിംഗ് പീരീഡിൽ വിൽക്കുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൽ നിന്ന് ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന പ്രോഫിറ്റിനെയാണ് കറൻറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുക. റിയലൈസ്ഡ് ഹോൾഡിംഗ് ഗെയിൻ ഈസ് ഈക്വൽ ടു റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് നോൺ മോണിറ്ററി അസറ്റ്സ് സോൾഡ് ഓൺ ഡേറ്റ് ഓഫ് സെയിൽ മൈനസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഏതെങ്കിലും നോൺ മോണിറ്ററി ആയിട്ടുള്ള അസറ്റുകൾ വിൽക്കുന്നുണ്ടെങ്കിൽ വിൽക്കുന്ന
ആ ദിവസത്തെ ആ അസറ്റിൻ്റെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിൽ നിന്ന് അതേ അസറ്റിൻ്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് റിയലൈസ്ഡ് ഹോൾഡിംഗ് ഗെയിൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അൺറിയലൈസ്ഡ് ഹോൾഡിംഗ് ഗെയിൻ ഈസ് ഈക്വൽ ടു റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് നോൺ മോണിറ്ററി അസറ്റ്സ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് മൈനസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. അൺറിയലൈസ്ഡ് ഹോൾഡിംഗ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസിംഗ് ഡേറ്റിന്, ഒരു പീരീഡിൻ്റെ ക്ലോസിംഗ് ഡേറ്റിന് എന്തെല്ലാം അസറ്റാണോ നോൺ മോണിറ്ററി അസറ്റാണോ ഒരു ഫേം ഹോൾഡ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിൽ നിന്നും അതേ അസറ്റിൻ്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് അൺറിയലൈസ്ഡ് ഹോൾഡിംഗ് ഗെയിൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ കാൽക്കുലേഷൻ ഓഫ് കറൻറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. CC അപ്രോച്ചിനകത്ത് കറൻറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. പ്രധാനമായും 2 തരം അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. കറൻറ്റ് കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആൻഡ് ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. കറൻറ്റ് കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സിനകത്ത് വരുന്ന വിവിധ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ COSA, മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓർ MWCA. First of all, depreciation adjustment. In normal case, depreciation is debited to profit and loss account on the basis of current value or replacement cost of fixed assets. CCA അപ്രോച്ചിനകത്ത് അസറ്റ്സിൻ്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് അടിസ്ഥാനമാക്കി കറൻറ്റ് വാല്യൂ അടിസ്ഥാനമാക്കി കാൽക്കുലേറ്റ് ചെയ്യുകയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയുമാണ് ചെയ്യാറുള്ളത്. കറൻറ്റ് ഡിപ്രീസിയേഷൻ ചാർജസ് ഒബ്റ്റെയിൻഡ് ബൈ അപ്പോർഷനിങ് ആവറേജ് നെറ്റ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓവർ എക്സ്പെക്റ്റഡ് റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് അറ്റ് ബിഗിനിങ് ഓഫ് ദി പീരീഡ്. CC അപ്രോച്ചിൽ കറൻറ്റ് ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അസറ്റിൻ്റെ ആവറേജ് നെറ്റ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, ഓരോ പീരീഡിൻ്റെയും തുടക്കത്തിലുള്ള ആവറേജ് നെറ്റ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിനെ അസറ്റിൻ്റെ ബാക്കി വരുന്ന യൂസ്ഫുൾ ലൈഫിലേക്ക് അപ്പോർഷൻ ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് കറൻറ്റ് ഡിപ്രീസിയേഷൻ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ബാക്ക്ലോഗ് ഡിപ്രീസിയേഷൻ. If fixed assets are revalued every year, there will be shortfall of depreciation called backlog depreciation. ഓരോ വർഷവും ഫിക്സഡ് അസറ്റ്സ് റീവാല്യൂ ചെയ്യുമ്പോൾ അതാത് വർഷത്തെ വാല്യൂവിനനുസരിച്ച് ഡിപ്രീസിയേഷനിൽ മാറ്റം വരികയും തൊട്ടു മുമ്പുള്ള വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കറൻറ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ എമൗണ്ട് കൂടുതലാവുകയും മുമ്പുള്ള വർഷങ്ങളിലെ ഡിപ്രീസിയേഷൻ എമൗണ്ടിൽ ഷോർട്ട് ഫാൾ വരികയും ചെയ്യും. ഇങ്ങനെ വരുന്ന ഷോർട്ട് ഫാളിനെയാണ് ബാക്ക്ലോഗ് ഡിപ്രീസിയേഷൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബാക്ക്ലോഗ് ഡിപ്രീസിയേഷൻ ഈസ് ഡെബിറ്റഡ് ടു കറൻറ്റ് കോസ്റ്റ് റിസർവ് ഓർ അഡ്ജസ്റ്റഡ് അഗൻസ്റ്റ് റീവാലുവേഷൻ റിസർവ് ഓൺ ഫിക്സഡ് അസറ്റ്സ്. ബാക്ക്ലോഗ് ഡിപ്രീസിയേഷൻ എമൗണ്ടിനെ ഒന്നുകിൽ കറൻറ്റ് കോസ്റ്റ് റിസർവിൽ ഡെബിറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സുമായി ബന്ധപ്പെട്ട റീവാലുവേഷൻ റിസർവിൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ്, ഹൗ ടു കമ്പ്യൂട്ട് ബാക്ക്ലോഗ് ഡിപ്രീസിയേഷൻ. ബാക്ക്ലോഗ് ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു ഗ്രോസ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മൈനസ് നെറ്റ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മൈനസ് പ്രീവിയസ് അക്യുമുലേറ്റഡ് depreciation on the basis of historical cost plus depreciation for the current year under the current cost. ഇനി നമ്മൾ എങ്ങനെയാണ് ബാക്ക്ലോഗ് ഡിപ്രീസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. A firm is using machinery with a historical gross value of ₹60,000.
and the accumulated depreciation of rupees 24,000 including rupees 6,000 depreciation for the current year. The gross replacement cost of the machine is rupees 1,20,000 and it is estimated that its remaining useful life will not change. Calculate the backlog depreciation. ഇവിടെ ഒരു ഫേം ഉപയോഗിക്കുന്ന മെഷീനറിയുടെ ഹിസ്റ്റോറിക്കൽ ഗ്രോസ് വാല്യൂ rupees 60,000 കറണ്ട് ഇയറിലേക്കുള്ള ഡിപ്രീസിയേഷൻ rupees 6,000 ഉൾപ്പെടെ മൊത്തം അക്യുമുലേറ്റ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ rupees 24,000 ആണ്. ഇതേ അസറ്റിൻ്റെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് rupees 1,20,000 ആണെങ്കിൽ അതിൻ്റെ യൂസ്ഫുൾ ലൈഫിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ബാക്ക്ലോഗ് ഡിപ്രീസിയേഷൻ? താഴെ പറഞ്ഞ ടേബിളിലൂടെ നമ്മളതിനെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അസറ്റിൻ്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലുമുള്ള അതിൻ്റെ വാല്യൂസ് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് മെഷീനറി rupees 60,000 ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പറയുന്ന വാല്യൂ. അതേസമയത്ത് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് rupees 1,20,000 ആണ് കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ വാല്യൂ. കറണ്ട് ഡിപ്രീസിയേഷൻ rupees 6,000 ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെങ്കിൽ rupees 12,000 ആണ്. 6,000 എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് 10% ഓഫ് വാല്യൂ ഓഫ് മെഷീനറി. അപ്പോൾ rupees 60,000ൻ്റെ ഡിപ്രീസിയേഷൻ rupees 6,000 ആണെങ്കിൽ 1,20,000 റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് വരുമ്പോൾ അതിന് 10% rupees 12,000 ആണ് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ വരിക. പ്രീവിയസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ rupees 18,000 ആണ്. ദാറ്റ് ഈസ് 24,000 മൈനസ് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ rupees 6,000. 3 വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷൻ ആണ് rupees 18,000. 6,000 into 3. അതുപോലെ 3 വർഷങ്ങളിലേക്ക് കറണ്ട് കോസ്റ്റ് അക്കൗണ്ട് ഡിപ്രീസിയേഷൻ എടുക്കുന്ന സമയത്ത് 12,000 into 3 rupees 36,000 rupees എന്ന് കിട്ടും. ദെൻ ടോട്ടൽ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 6,000 plus 18,000 rupees 24,000 in historical cost accounting. 12,000 plus 36,000 rupees 48,000 in current cost accounting. Then value as per the balance sheet. The value of machinery minus total depreciation 60,000 minus 24,000 rupees 36,000. In current cost accounting rupees 1,20,000 minus 48,000 rupees 72,000. Then simply we are applying the formula for calculation of backlog depreciation. That is equal to gross replacement cost minus net replacement cost minus previous accumulated depreciation plus depreciation for the current year. Here the gross replacement cost as per current cost accounting is rupees 1,20,000. Then minus net replacement cost as per current cost accounting is rupees 72,000. Minus previous accumulated depreciation as per the historical cost accounting, that is rupees 18,000 plus depreciation for the current year as per current cost accounting, that is rupees 12,000. Then the result backlog depreciation is rupees 18,000. Next, cost of sales adjustment അല്ലെങ്കിൽ COSA എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. This is simply the difference between value to business and historical cost of stock consumed in the period. ഒരു അക്കൗണ്ടിംഗ് പീരീഡിൽ കൺസ്യൂം ചെയ്യപ്പെടുന്ന സ്റ്റോക്കിൻ്റെ ബിസിനസ്സിനുള്ള അതിൻ്റെ കറൻറ്റ് വാല്യൂവും അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ കോസ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ കോസ കാൽക്കുലേറ്റ് ചെയ്യുക? COSA is equal to C minus O minus IA into C divided by IC minus O divided by IO. Here the C stands for historical cost of closing stock, O stands for historical cost of opening stock, IA stands for average index number for the period, IC stands for index number appropriate to closing stock, IO stands for index number appropriate to opening stock. ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓൺ 1st January 2019 ഈസ് rupees 30,000. ക്ലോസിംഗ് സ്റ്റോക്ക് ഓൺ 31st December 2019 rupees 40,000.
Index on 1st January 2019, that is 116. Index on 31st December 2019, 125. Average index for the year 2019, 118. So here the opening stock and closing stock are given, and also the opening index, closing index, and average index are given, 116, 125, and 118. Simply we are putting these items on the equation. COSA is equal to C minus O minus IA into C divided by IC minus O divided by IO. Here the closing stock is rupees 40,000 minus opening stock is rupees 30,000, then minus average index for the year is 118 into closing stock rupees 40,000 divided by closing index 125 minus opening stock rupees 30,000 divided by the opening index 116, then result will be 2,802 rupees. അടുത്ത ഒരു കറണ്ട് കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓർ MWCA. This is the difference between trade debtors and creditors and shows the effect of changes in price arising from volume. MWCA എന്ന് പറഞ്ഞാൽ ട്രേഡ് ഡെപ്റ്റേഴ്സിൻ്റെയും ട്രേഡ് ക്രെഡിറ്റേഴ്സിൻ്റെയും ഡിഫറൻസ് ആണ്. മാത്രമല്ല ഇതിൻ്റെ ചേഞ്ചസ് എങ്ങനെയാണ് പ്രൈസിനെ ബാധിക്കുക എന്നുള്ളതും, ഡെപ്റ്റേഴ്സിലും ക്രെഡിറ്റേഴ്സിലും വരുന്ന രണ്ട് പീരീഡിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സിലെയും ക്രെഡിറ്റേഴ്സിലെയും ചേഞ്ച് എങ്ങനെയാണ് പ്രൈസിനെ ഇഫക്റ്റ് ചെയ്യുക എന്നുള്ളത് കൂടെ മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ നമ്മൾ. Then MWCA can be computed by using the formula C minus O minus IA into C divided by IC minus O divided by IO. Here C stands for closing monetary working capital, O stands for opening monetary working capital, IA is the average index for the period, IC is the index number appropriate to closing monetary working capital, IO index number appropriate to opening monetary working capital. നമ്മൾ എങ്ങനെയാണ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദി ബാലൻസ് ഷീറ്റ് ഓഫ് എ ഫേം മലബാർ ആൻഡ് കമ്പനി ഈസ് ഗിവൺ. ദെൻ ഓൺ 1st January 2019 ആൻഡ് 31st December 2019 ഈ രണ്ട് ദിവസങ്ങളിലെ ഡാറ്റ നമുക്ക് അവൈലബിൾ ആണ്. ട്രേഡ് ഡെപ്റ്റേഴ്സ് 1 lakh and rupees 1,30,000, trade creditors rupees 75,000 and rupees 80,000, advance to suppliers rupees 30,000 and rupees 40,000, index on 1st January 100 and on 31st December 120. The average index is also given 110. We have to compute the monetary working capital adjustments. So first of all, we are determining the opening monetary working capital and the closing monetary working capital. First of all, current assets for trade debtors and other trade receivables. Trade debtors rupees 1 lakh and rupees 1,30,000. Advance to suppliers rupees 30,000 plus 40,000 and 40,000. Then total monetary assets 1,30,000 and rupees 1,70,000 minus trade creditors 75,000 and rupees 80,000. Then net monetary working capital is rupees 55,000 and rupees 90,000. Then MWCA is equal to C minus O minus IA into C divided by IC minus O divided by IO. So here C, that is the closing monetary working capital, that is rupees 90,000, minus O, opening monetary working capital rupees 55,000, minus IA, average index for the period, that is 110, into C, that is the closing monetary working capital rupees 90,000 divided by IC, index, closing index, that is 120, minus
O, that is the opening monetary working capital, rupees 55,000 divided by IO, opening index, that is given 100. Net result is rupees 13,000. Then 13,000 is the monetary working capital adjustment. Next, gearing adjustment. Gearing adjustment is the ratio of borrowed capital and shareholders fund. ഒരു ഫേമിൻ്റെ ബോറോവ്ഡ് ക്യാപിറ്റലിൻ്റെയും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെയും റിലേഷൻഷിപ്പിനെയാണ് ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ ഓഫ് കറണ്ട് കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് എബേറ്റഡ് ബൈ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് റേഷ്യോ ഉപയോഗിച്ച് കറണ്ട് കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സിനെ എബേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. How to compute the gearing adjustment? Gearing adjustment amount can be computed by using the formula L divided by L plus S into A. For computing the gearing adjustment ratio, L divided by L plus S into 100. Here L stands for the average net borrowing, that is opening net borrowing plus closing net borrowing divided by 2. S stands for average shareholders fund, that is opening shareholders fund plus closing shareholders fund divided by 2. Then A stands for total of current cost adjustments. Here current cost adjustments include depreciation adjustment, cost of sales adjustments, and monetary working capital adjustments. Next, നമ്മൾ എങ്ങനെയാണ് ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ COSA, കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് rupees 400, മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് MWCA rupees 300, depreciation adjustment rupees 100. Net borrowings, the opening balance is rupees 3,000, closing balance rupees 3,400. Shareholders fund opening balance rupees 4,000 and closing balance rupees 5,600. We have to compute the gearing adjustment. So gearing adjustment that is equal to L divided by L plus S into A. L stands for average net borrowings, S stands for average shareholders funds, A stands for current cost adjustments. First of all, L, that is opening net borrowing plus closing net borrowing divided by 2, that is 3,000 plus 3,400 divided by 2, rupees 3,200. Average shareholders fund or S is equal to opening shareholders fund plus closing shareholders fund divided by 2, that is rupees 4,000 plus 5,600 divided by 2, rupees 4,800. Then A, that is a total of current cost adjustments. Here we have 3 current cost adjustments. Cost of sales adjustments rupees 400, monetary working capital adjustments rupees 300, depreciation adjustment is rupees 100, total rupees 800. Simply we are applying the formula L divided by L plus S into A. So rupees 3,200 divided by 3,200 plus 4,800 into 800. So rupees 320 is the gearing adjustments. For getting the gearing adjustment ratio, we are using the formula L divided by L plus S into 100. So if so, the gearing adjustment ratio shall be 40%. That is 40%. Next, what are the advantages of inflation accounting? First one, sufficient amount of depreciation. In inflation accounting, we are charging depreciation on the basis of the current value or replacement cost of the asset. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ എമൗണ്ട് അസറ്റ് റീപ്ലേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സഫിഷ്യൻ്റ് എമൗണ്ട് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, സഫിഷ്യൻറ്റ് ഫണ്ട്സ് ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്.
അസറ്റ്സിൻ്റെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡിപ്രീസിയേഷൻ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ അസറ്റിൻ്റെ ലൈഫ് അവസാനിക്കുമ്പോൾ ആ അസറ്റ് റീപ്ലേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ഫേമിൻ്റെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. ബാലൻസ് ഷീറ്റ് എക്സിബിറ്റ്സ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. അസറ്റ്സും ലയബിലിറ്റീസും അതിൻ്റെ കറൻറ്റ് വാല്യൂവിൽ തന്നെ കാണിക്കുന്നത് കൊണ്ട് അതിൻ്റെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ, ഏറ്റവും ശരിയും കൃത്യവുമായിട്ടുള്ള അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനാണ് ബാലൻസ് ഷീറ്റിലൂടെ കാണിക്കപ്പെടുന്നത്. ബെറ്റർ മാനേജീരിയൽ ഡിസിഷൻ. ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിനകത്ത് കറൻറ്റ് ആക്ച്വൽ പ്രോഫിറ്റിനെയും ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റിനെയും കൃത്യമായിട്ട് അതിൻ്റെ കറൻറ്റ് പർച്ചേസിങ് പവറിൽ തന്നെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് കൊണ്ട് ബെറ്റർ മാനേജീരിയൽ ഡിസിഷൻസ് പോസിബിളാണ്. ബെറ്റർ കമ്പാരിസൺ ഓഫ് പ്രോഫിറ്റബിലിറ്റി. രണ്ട് സമയങ്ങളിൽ വാങ്ങുന്ന പ്ലാന്റ് ആണെങ്കിലും അതിൻ്റെ കറൻറ്റ് വാല്യൂസ് എടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കമ്പയർ ചെയ്യാൻ സാധിക്കും. എംപ്ലോയീസ്, ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് പബ്ലിക് ആർ നോട്ട് മിസ്ലെഡ്. കൃത്യമായിട്ട് അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും കൃത്യമായ അതിൻ്റെ കറൻറ്റ് വാല്യൂസ് കാണിക്കുന്നത് കൊണ്ട് തന്നെ എംപ്ലോയീസോ ഷെയർ ഹോൾഡേഴ്സോ പബ്ലിക്കോ ഒരിക്കലും ഈ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കാണുന്നത് വഴി തെറ്റിദ്ധരിക്കപ്പെടുന്നില്ല, മിസ്ലീഡ് ചെയ്യപ്പെടുന്നില്ല. What are the disadvantages of inflation accounting? It is not acceptable to income tax authorities. അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും കറൻറ്റ് വാല്യൂ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും അതുവഴി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ബിസിനസ്സിൻ്റെ ഇൻകവും ഇൻകം ടാക്സ് അതോറിറ്റീസ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, സ്വീകരിക്കുന്നില്ല എന്നതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ടു മെനി കാൽക്കുലേഷൻസ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് പോലെയല്ല അതിനെ കൺവേർട്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഓരോ അക്കൗണ്ടിങ് ഐറ്റത്തിൻ്റെയും കറൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിനകത്ത് ഉണ്ട്. എഗൻസ്റ്റ് ദി കോൺസെപ്റ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റിനെ അതിൻ്റെ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന ഇഫക്റ്റീവ് ലൈഫിലേക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റിന് വിരുദ്ധമായിട്ടാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിൽ അസറ്റ്സിനെ അതിൻ്റെ കറൻറ്റ് വാല്യൂവിനെ അടിസ്ഥാനമാക്കി ഡിപ്രീസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെവർ എൻഡിങ് പ്രോസസ്. ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിനകത്ത് ഓരോ ദിവസവുമുള്ള പ്രൈസ് ലെവൽ ചേഞ്ച്, അത് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന പ്രൈസ് ലെവൽ അനുസരിച്ച് കൊണ്ടുള്ള റെക്കോർഡിംഗ് ആണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. നോട്ട് ഫ്രീ ഫ്രം പ്രിജുഡിസ്. ഹിയർ ഓൾസോ ബയാസ് ഫ്രം ദി സൈഡ് ഓഫ് ദി അക്കൗണ്ടൻറ്റ് ആൻഡ് സം അതർ പേഴ്സൺസ്. ഇവിടെയും ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങും ഒരിക്കലും ബയാസിനെസ്സിൽ നിന്നും ഫ്രീ അല്ല, ഒരിക്കലും അൺബയാസ്ഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആസ് ഡിവിഡൻഡ്. ഫിക്സഡ് അസറ്റ്സിൻ്റെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് അടിസ്ഥാനമാക്കി ഡിപ്രീസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുകയും അങ്ങനെ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന പ്രോഫിറ്റ് റിയലിസ്റ്റിക് പ്രോഫിറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ റിയലിസ്റ്റിക് അല്ലാത്ത പ്രോഫിറ്റിന് മുകളിൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടേണ്ടി വരുന്നു എന്നുള്ളത് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷൻ.